mm APP പോളിസ്റ്റർ മെംബ്രെയിനാണ്. ഇത് ഹെവി ഡ്യൂട്ടിയാണ്, എക്സ്ട്രീം നമുക്കൊരു പ്യുവർ എന്ന് പറയില്ല. അതായത് നമുക്കിത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതൊരു ഭയങ്കര ലിക്വിഡ് ഫോമിലേക്ക് വരെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നമുക്കിത് തണുപ്പ് വരുമ്പോൾ ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പൊ ഇത് എക്സ്ട്രീം, അതായത് സുപ്പീരിയർ ക്വാളിറ്റി. അതുകൊണ്ടാണ് നമുക്കിത് 15 years വാറന്റി കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന്റെ പല സ്റ്റേജസ് ഉണ്ട്. ഇത് 2 mm ഉണ്ട്, 1 mm ഉണ്ട്, 3 mm ഉണ്ട്. പിന്നെ കോമ്പൗണ്ട് പോളിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പറയുന്ന ലെയറിന്റെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ലെയർ ഇതിന്റെ ഉള്ളിൽ കേട്ടിട്ട് കോസ്റ്റ് വൈസ് കുറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ബട്ട് നമ്മുടെ BUVയുടെ ഇറ്റ്സ് ലൈക്ക് പ്യുവർ വൺ, ഹെവി ഡ്യൂട്ടി, എക്സ്ട്രീം പ്യുവർ വൺ. നമുക്കിത് ഒരു 15 years വാറന്റി കൊടുക്കാം. നിങ്ങൾക്കിപ്പം മനസ്സിലാക്കാം, ഇത് ഈ 4 mm തിക്നെസ്സിലെ മെംബ്രെയിനാണ്. ഇത് നമുക്ക് എങ്ങനെ ഒടിക്കാം, മടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഓവർലാപ്പ് ചെയ്തിട്ട് ബേൺ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുക ചെയ്യാം. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള എന്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതില് നമ്മൾ ടെറസ് ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു ഓയിൽ ബേസ് പ്രൈമർ അപ്ലൈ ചെയ്ത് ആ പ്രൈമറിന്റെ മേലെ ടോർച്ച് ലൈറ്റ് യൂസ് ചെയ്ത് ഇത് ഓവർലാപ്പ് ചെയ്തിട്ട് ബേൺ ചെയ്ത് ഒട്ടിക്കുക ചെയ്യും. ഇനി നമുക്ക് ഒരു കോസ്റ്റ് എഫക്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈമറാണ്. പ്രൈമർ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ബേസ് പ്രൈമറാണ്. സ്പെഷ്യലി തിങ്ക് ചെയ്യേണ്ട വാട്ടർ ബേസ് പ്രൈമർ ഉണ്ട്. വാട്ടർ ബേസ് പ്രൈമർ വരുമ്പോൾ ഒരുപാട് കോസ്റ്റ് കുറയും. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾ ഈ മെംബ്രെയിൻ എക്സ്പാൻഡും കോൺട്രാക്ടും ചെയ്യുമ്പോൾ അതിന് ഈ പ്രൈമറിന് ഈ മെംബ്രെയിനെ പിടിച്ചു നിൽക്കേണ്ട കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഈ മെംബ്രെയിൻ അപ്ലൈഡ് പോർഷൻ അങ്ങനെ വേറെ ടെറസിൽ നിന്ന് വിട്ടുവരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു 15 years കിട്ടേണ്ട ആയതുകൊണ്ട് നമ്മൾ ഓയിൽ ബേസ് പ്രൈമറാണ് അപ്ലൈ ചെയ്യുക. ആ ഓയിൽ ബേസ് പ്രൈമറിലേക്ക് ഈ 4 mm മെംബ്രെയിൻ ബേൺ ചെയ്തിട്ട് ഒട്ടിക്കും. ഇനി അതിന്റെ മേലേക്ക് നമുക്കൊരു അലുമിനിയം കോട്ടിങ്ങും ഇവിടെ ഫൈനലായിട്ട് അടിച്ചു കൊടുക്കും. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് APP മെംബ്രെയിനിലേക്ക് ഹീറ്റ് വീഴുമ്പോൾ ആണ് ഈ പ്രോസസ്സ് സംഭവിക്കുന്നത്. ഇതൊന്ന് ലൂസ് ആവും, പിന്നെ ടൈറ്റ് ആവും. അപ്പൊ ഇതിലേക്ക് ഒരു അലുമിനിയം പെയിന്റ് കൂടി അടിക്കുമ്പോൾ ഹീറ്റ് ഡയറക്റ്റ് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളത് കറക്റ്റ് പീരിയോഡിക് ഇന്റർവെല്ലിൽ ഒരു 4 years കൂടുമ്പോൾ ഈ പെയിന്റ് മറക്കാതെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ലൈഫ് ഒരുപാട് കൂട്ടാൻ പറ്റും. കാരണം കറക്റ്റ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിന്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മെംബ്രെയിൻ അത്രയും പ്രൊട്ടക്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ റീസൺ നമ്മൾ APP മെംബ്രെയിനെ അലുമിനിയം കോട്ടിംഗ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഹീറ്റ് അബ്സോർപ്ഷൻ കൂടുതലായിരിക്കും. അലുമിനിയം കോട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല് നമ്മളെ ഹീറ്റ് അബ്സോർപ്ഷൻ കുറയും. കാരണം വെയിൽ വരുമ്പോൾ റിഫ്ലക്ഷൻ, അതായത് സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ ഒരു റിഫ്ലക്ഷൻ കപ്പാസിറ്റി മെംബ്രെയിന് കിട്ടും. അപ്പൊ നമുക്ക് ചൂടും കുറക്കാൻ പറ്റും. നമ്മൾ പീരിയോഡിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു 4 years കൂടുമ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി. വലിയ ഓവർ ടെക്നിക്കലി ആയിട്ട് ഒരു ഫാക്ടറും ഇല്ല അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ലോ കോസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം. 4 years കൂടുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പെയിന്ററെ കൊണ്ട് ഈ അലുമിനിയം പെയിന്റ് റിപ്പീറ്റഡ് ആയിട്ട് അതിന്റെ മേലെ അടിച്ചു കൊടുക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം.